നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. മലയാളത്തിന്റെ അഭിമാനം, മലയാളികളുടെ അഹങ്കാരം, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഈ IPL സീസണിൽ ടോട്ടൽ CSK ജയിച്ചത് 5 മാച്ചിലാണ്. ആ 5 മാച്ചിന്റെ അകത്ത് 4 മാച്ചിലും ഫോം ആയിട്ടുള്ള ഒരേ ഒരു ബാറ്റ്സ്മാനാണ് നമ്മുടെ സഞ്ജു വി സാംസൺ. ഇന്നലെ മാച്ച് കഴിഞ്ഞ സമയത്തും അവരത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു വിന്നിംഗ് പെർസെന്റേജും കാര്യങ്ങളൊക്കെ. അത് എടുത്ത് പറയുന്നതിന്റെ റീസൺ ഒക്കെ ഇതൊക്കെ തന്നെയാണ്. കാരണം ഇടയ്ക്ക് ആ ഒരു 3 മാച്ച് ജയിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ചേട്ടാ സൂപ്പർ കിങ്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഓപ്പണേഴ്സിലെ പ്രത്യേകിച്ച് സഞ്ജു സാംസണിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ചെന്നൈ സൂപ്പർ കിങ്സ്, അത് ബാറ്റിംഗിൽ വരുമ്പോൾ കേട്ടോ. ബോളിംഗിൽ പറയാനൊന്നുമില്ല, ആദ്യത്തെ കുറച്ച് മാച്ചസിൽ ബോളിംഗിൽ ഒട്ടും ഫോം അല്ലായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് അക്കീൽ ഹുസൈൻ വന്നപ്പോൾ തൊട്ട് കളി മൊത്തം മാറി മോനെ. അക്കീൽ ഹുസൈൻ ലീഡ് ചെയ്യുന്നൊരു കിഡിലൻ ബൗളിംഗ് ടീമാണ് ശരിക്കും ഇപ്പം CSK ഉള്ളത്. അതായത് എക്കണോമിക്കലായിട്ട് ബോൾ എറിയാൻ പറ്റുന്ന ഒരു കിഡിലൻ ബൗളർ, അതിന്റെ കൂടെ നൂർ അഹമ്മദും ബാക്കിയുള്ള ബൗളേഴ്സും കൂടി വരുന്ന സമയത്ത് പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെയാണ് CSK ഇപ്പോഴത്തെ ബൗളിംഗ്. ആദ്യം ബാറ്റ് ചെയ്ത DC-ക്ക് 155 റണ്ണേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സ്കോർ ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഈസി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ബാറ്റിംഗ് പിച്ചിന്റെ ഒരു സംഭവം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ഒരു ടൈപ്പ് പിച്ചായിരുന്നു. ഈവൻ നല്ല ബൗളേഴ്സിന് അത്രയും ആ ഒരു കറക്റ്റ് അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചുള്ള ബോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു പിച്ചായിരുന്നു. അപ്പം അതിന്റെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കിയോണ്ടായിരിക്കണം സഞ്ജു സാംസണും ഗായ്ക്കോടും സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ആൻഡ് അത് ഇന്നലെ ഓൾറെഡി മാച്ച് കഴിഞ്ഞപ്പോഴും സഞ്ജു പറയുന്നുണ്ട്, ആദ്യത്തെ 1-2 ബോൾ ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സഞ്ജുന് മനസ്സിലായി എന്നാണ് ആൾ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം പിന്നീട് അങ്ങോട്ടുള്ള കളി വേറെ രീതിയിലായിരുന്നു. അതായത് ഇപ്പൊ അടുത്ത് കാണുന്ന കുറച്ച് മാച്ചസിൽ നമ്മൾ ആ ഒരു സഞ്ജു സാംസന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്രഷൻ മോഡ് ഉണ്ടല്ലോ, അതിൽ കുറച്ചൊരു കാംനെസ് അഗെയിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആള് ക്യാരക്ടറിൽ ഓൾറെഡി കാമാണെന്ന് നമുക്കറിയാം, പക്ഷെ കാം ആൻഡ് കൂളാണ്. അപ്പോൾ ഈ ഒരു ബാറ്റിങ്ങിൽ കൂടി കുറച്ചും കൂടി ആ ഒരു പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു ക്ഷമ, എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്ന ടൈപ്പിലുള്ള ഒരു പ്ലേയിങ് ആണ് ഇപ്പോൾ ഈ IPL സീസണിലാണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ അത്രയും പ്രഷർ ആയിട്ടുള്ള ഒരു മാച്ചിന്റെ അകത്ത് ആ ലാസ്റ്റത്തെ 3 മാച്ചിൽ കളിച്ച ഗെയിം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒരു സംഭവമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ സഞ്ജു സാംസൺ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സംഭവം പറഞ്ഞത്. ഇനി അങ്ങോട്ട് വലിയൊരു സംഭവം തന്നെയായിരിക്കും സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ. ഇന്നലത്തെ മാച്ചിൽ സഞ്ജു സെഞ്ചുറി അടിച്ചില്ലെങ്കിലും സെഞ്ചുറി അടിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു സംഭവമാണ് കളിച്ചത് കേട്ടോ. കാരണം 52 ബോളിൽ 87 റൺസാണ് ആളെടുത്തത്. 7 4-ഉം 6 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 160 മേലെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ ഒന്ന് മെല്ലെ തുടങ്ങി, ഇടയ്ക്കൊക്കെ ഓരോ 6 അടിച്ച് അങ്ങനെയാണ് മെല്ലെ പോയത്. പിന്നീട് അങ്ങോട്ടാണ് ആ ഒരു സ്ട്രൈക്ക് റേറ്റിനെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റോൾ ഇന്നലെ കാർത്തിക് ശർമ്മയുടെ ഭാഗത്തുനിന്ന് എഗെയിൻ രണ്ടാമത്തെ ഒരു ഇന്നിങ്സിൽ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സിൽ കാർത്തിക് ശർമ്മ ആ ഒരു കാര്യം പ്രൂവ് ചെയ്തു. അതായത് നല്ലൊരു സീനിയർ ബാറ്റർ കൂടി ഉണ്ടെങ്കിൽ ഞാനും കളിച്ചോളാം എന്നുള്ള രീതിയിൽ 31 ബോളിൽ 41 റൺസ്, 4 4-ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്നലത്തെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് സമയത്ത് ആ ഒരു 6 ഉണ്ടല്ലോ, ആ ഒരു കവർ ഡ്രൈവിന് മേലെ അടിച്ചൊരു ഷോട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിന് ഒരു പ്രത്യേക അഴകായിരുന്നു ആ അടിച്ച ഷോട്ട് അടിക്കുമ്പോൾ തന്നെ വാവ് എന്നുള്ളൊരു ഫീല് നമുക്ക് അറിയാണ്ട് വന്നു പോകും. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമിയോ ആയിട്ട് വന്നിട്ടുള്ള ഉർവിൽ പട്ടേലും ആ സമയത്ത് നല്ല അടി അടിച്ചിട്ടോ.